ഇതാണ് എൻ്റെ മീൽ കണ്ടല്ലോ. ഈ ഒരു 100 ഡേയ്സിൻ്റെ എൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നമുക്ക് നോർമൽ മീലൊക്കെ കഴിച്ച് വെയിറ്റ് കുറയ്ക്കാം, ആ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് പോകാം എന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. സോ സ്റ്റേ ട്യൂൺ. നിങ്ങൾക്കും ഈ ഒരു 100 ഡേയ്സ് ചലഞ്ചിൽ ചേരാം. ഓൾറെഡി 52 ഡേയ്സ് ആയി. ഇതിൽ കുറേ ദിവസം ഞാൻ വീഡിയോ ഒക്കെ സ്കിപ്പ് ചെയ്തു. സോ ഞാൻ മാക്സിമം എല്ലാ ദിവസവും വീഡിയോ ഇടാൻ നോക്കാം. ഇന്നലെ വീഡിയോ ഇട്ടില്ല, മാക്സിമം ഇടാൻ നോക്കാം. എൻ്റെ ടൈം ഞാൻ കണ്ടെത്തി ഞാൻ ഇടാൻ നോക്കാം. 52/100 ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് കിച്ചണിൽ തന്നെയാണ്. ഓക്കെ, കിച്ചണിനെ കുറിച്ച് പറയുമ്പോൾ ഇന്ന് രാവിലെ എൻ്റെ വൈഫ് ഉണ്ടാക്കിയിരുന്നു. ജസ്റ്റ് 1 hour കൊണ്ട് ചിക്കൻ, ഐ തിങ്ക് ഇത് രസമല്ല, എന്തോ കറിയാണ്, വെജ് കറി, കടലക്കറി. ഓക്കെ, പുട്ട്, പയറുതോരൻ. ഓക്കെ, ഈ ഭക്ഷണം ഞാൻ ഒരു ദിവസം എങ്ങനെ എൻ്റെ കാലറി കാൽക്കുലേറ്റ് ചെയ്ത് എൻ്റെ കറക്റ്റ് പ്രോട്ടീൻ കോളും കാർബ്സ് കോളും എങ്ങനെ എടുക്കുന്നതാണ് ഞാൻ ഇന്ന് വീഡിയോ കാണിക്കുന്നത്. എങ്ങനെയാണ് ഞാൻ ഒരു ദിവസം പ്ലാൻ ചെയ്ത് സെറ്റാക്കുന്നത് എന്നാണ് എൻ്റെ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. സോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. നമ്മളെ അമ്മമാരായാലും വൈഫായാലും അവരുണ്ടാക്കണ പോലെ നമുക്ക് പെട്ടെന്നൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല, സീരിയസ് ആയി. സോ വി പ്രൗഡ്. ഓക്കെ, ഇന്നലെ നൈറ്റ് വേടൻ്റെ പരിപാടി കാണാൻ പോയി. ഒരു രക്ഷയില്ല മക്കളെ, എൻ്റെ പൊന്നെ, കനകക്കുന്ന് നിറഞ്ഞ് കവിഞ്ഞ് തലയിൽ കൂടെ ഓട് വീഴാത്ത ഭാഗ്യം. അമ്മാതിരിയായിരുന്നു തിരക്ക്. ഇതെൻ്റെ പ്രീ വർക്കൗട്ട് മീലാണ്, ബ്രേക്ക്ഫാസ്റ്റ് ആണ്. 2 എഗ്ഗ് ഓളക്സും 2 എഗ് വൈറ്റും. എഗ് വൈറ്റ് ഞാൻ എടുത്ത് വെച്ചില്ല. പിന്നെ കടല 100 ഗ്രാം കടലക്കറി, അതുപോലെ പുട്ട്, അരിപ്പുട്ട് 100 ഗ്രാം. ഓക്കെ, ഈ ചെറിയൊരു ചിക്കൻ പീസ്, ദാറ്റ്സ് ഓൾ. ടോട്ടൽ മാക്രോസ് ഞാൻ ഇവിടെ മെൻഷൻ ചെയ്തേക്കാം. ഇതാണ് ടോട്ടൽ മാക്രോസ്. ഓക്കെ, എൻ്റെ ഒരു ഡേയിൽ മീല് പ്രിപ്പയർ ചെയ്യുന്നത്, സോ സെറ്റാക്കുന്നത് ആദ്യം രാവിലെ അടുക്കളയിൽ വരും, എന്തൊക്കെ ഉണ്ടാകണം എന്നുള്ള പ്ലാൻ ചെയ്യും നമ്മൾ, അതുണ്ടാകും. സോ കണ്ടില്ലേ, പുട്ട്, പയറുതോരൻ, ഇതൊരു വെജിറ്റബിൾ കറിയാണ്. ഓക്കെ, അത് കഴിഞ്ഞ് കടലക്കറിയുണ്ട്, പിന്നെ കുറച്ച് ചിക്കനുണ്ട്. ഓക്കെ, പിന്നെ എഗ്ഗ്. ഇതാണ് എൻ്റെ ഇന്നത്തെ വീട്ടിലുള്ള ഭക്ഷണം. ഓക്കെ, എൻ്റെ ഒരു ദിവസത്തെ പ്രോട്ടീൻ ഗോൾ എന്ന് പറയുന്നത് 165 to 170 ഗ്രാമാണ് ഡെയിലി. 200 ഗ്രാം കാർബ്സ് ഉണ്ട്, പിന്നെ ഒരു 60 ഗ്രാം ഫാറ്റും, പിന്നെ ഒരു 20-25 ഗ്രാം ഫൈബർ വലുതായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാറില്ല, എന്നാലും ഫൈബർ കഴിക്കാറുണ്ട്. ഓക്കെ, ഇതാണ് എൻ്റെ ഒരു ദിവസത്തേക്ക്. ഞാനിത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഹെൽത്തിഫൈ മീ എന്ന് പറയുന്ന ആപ്പിലാണ്. ആ ഒരു ആപ്പിലാണ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് എൻ്റെ വെയിറ്റ് റെഡ്യൂസ് ചെയ്ത് വരുന്നത്. ഓക്കെ, ഡയറ്റ് എങ്ങനെയാണ് ഞാൻ പ്രിപ്പയർ ചെയ്യുന്നത്? ഓൾറെഡി വീട്ടിലുണ്ടാക്കുന്ന ഫുഡ് വെച്ചാണ് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ പ്രീ വർക്കൗട്ട് ഞാൻ കാണിച്ചു എൻ്റെ ഫുഡ് എന്താണെന്നുള്ളത്. ഇത് പോസ്റ്റ് വർക്കൗട്ടാണ്. ഇതിലൂടെ ബനാനയും കൂടെ എടുക്കും, ഒരു ബനാനയും കൂടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഇത് രണ്ടുമാണ് എൻ്റെ പോസ്റ്റ് വർക്കൗട്ട്. എന്നുവെച്ചാൽ 4 എഗ് വൈറ്റ്, 2 ഓളക്സും. ഇത് ചീപ്പ് റേറ്റാണ്. സോ അതുകൊണ്ടാണ് ഞാൻ എനിക്ക് പ്രോട്ടീൻ സോഴ്സും സെലക്ട് ചെയ്തത്. നിങ്ങൾക്കറിയാലോ, വേ പ്രോട്ടീൻ ഞാൻ എടുക്കുന്നില്ല. സോ ഇത് രണ്ടാണ് പോസ്റ്റ് വർക്കൗട്ട്. ഇത് സാലഡ്സ് ആണ്, ഒരു 200 ഗ്രാം സാലഡ്സ് എന്ന് പറഞ്ഞാൽ ഓരോ ദിവസം ഓരോ രീതിയിലൊക്കെ ആയിരിക്കും. ഇത് പംകിനും കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. പംകിനും പിന്നെ കുക്കുംബർ 200 ഗ്രാം, 100 ഗ്രാം ഉച്ചയ്ക്കും 100 ഗ്രാം നൈറ്റുമാണ് എടുക്കുന്നത് സാലഡ്സ്. പിന്നെ ഇത് ചിക്കൻ ഓരോന്നായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 150 ഗ്രാം ചിക്കൻ, നൈറ്റ് 200 ഗ്രാം ചിക്കനാണ്. ഓക്കെ, ഇതാണ്. ഇത് റൈസ് 150 ഗ്രാം റൈസും ഇന്ന് ചെറുപയർ തോരനായിരുന്നു. സോ 50 ഗ്രാം തോരൻ ഉച്ചത്തേക്ക്, അതുപോലെ നൈറ്റേക്ക് ചോറ് തന്നെയാണ് കഴിക്കുന്നത്. റൈസ് 150 ഗ്രാം റൈസും 50 ഗ്രാം ചെറുപയർ തോരൻ, സിമ്പിൾ. ഈവനിങ് ഒരു സ്നാക്സ് ഉണ്ട്, 2 എഗ് ഓളക്സ്. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ കാർബ്സ് എന്ന് പറയുന്നത്, ടോട്ടൽ മാക്രോസ് എന്ന് പറയുന്നത് ഒരു 160 ഗ്രാം പ്രോട്ടീനും, പിന്നെ ടോട്ടലായി പിന്നെ ഒരു 200 ഗ്രാം മിനിമം 200 ഗ്രാം കാർബ്സും. പിന്നെ വരുന്നത് ഫുൾ കാർബ്സ് ഞാനിതിൽ കഴിക്കാം. പിന്നെ ഫാറ്റ് വരുന്നത് 70 to 75 ഗ്രാം ഫാറ്റ് വരുന്നത്. ഫാറ്റ് എനിക്ക് കുറച്ച് റെഡ്യൂസ് ചെയ്യണം. സോ
75-80 ഗ്രാം ഫാറ്റ് വരെ വരുന്നുണ്ട്. ഓയിലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ ഫാറ്റിൻ്റെ കാര്യത്തിൽ എനിക്ക് നെക്സ്റ്റ് വീക്കിൽ ഒന്ന് ലോ ആകും ഫാറ്റ്. പിന്നെ നോർമൽ ഫാറ്റ് 22-25 ഗ്രാം ഫൈബേഴ്സ്. ഇതാണ് എൻ്റെ ഡെയിലി എൻ്റെ ഞാൻ കാൽക്കുലേറ്റ്. ഇങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. സോ ആപ്പെല്ലാം ഞാൻ കാണിച്ചു തരുന്നത്. സോ നെക്സ്റ്റ് ഇത് കഴിഞ്ഞ് ഇതെല്ലാം ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ വർക്കൗട്ടിന് പോകണം. സമയമായി. സോറി, ഞാൻ പറയാൻ മറന്നത് ക്രിയാറ്റിനുണ്ട്. സോ ആഫ്റ്റർ വർക്കൗട്ട് ഞാൻ ക്രിയാറ്റിൻ എടുക്കുന്നതാണ് കേട്ടോ. ഇത്രയാണ് കേട്ടോ എൻ്റെ ഒരു ദിവസത്തെ ഫുഡ്. ഇന്നത്തെ ഡേ ബാക്ക് ഡേ ആണ്. ഇന്ന് വർക്കൗട്ട് ചെയ്യാൻ പോകണം. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് കുറച്ച് ഡിലേ ആയിട്ടേ വർക്കൗട്ട് ചെയ്യാൻ പോകും. ചിലപ്പോൾ വൈകിട്ട് വർക്കൗട്ട് ചെയ്യും, ചിലപ്പോൾ രാവിലെ വർക്കൗട്ട് ചെയ്യും. അങ്ങനെ ഷിഫ്റ്റ് ആയിക്കൊണ്ടിരിക്കും. മാക്സിമം ഏതെങ്കിലും ഒരു ടൈമിൽ സെറ്റ് ആക്കണമെന്നാണ് നോക്കുന്നത് ഞാൻ. അപ്പോൾ വൈകിട്ടാകുമ്പോൾ എന്തെങ്കിലും പരിപാടി വന്നു കഴിഞ്ഞാൽ വൈകിട്ട് ചെയ്യാൻ പറ്റില്ല. സോ മാക്സിമം മോർണിംഗിൽ തന്നെ വർക്കൗട്ട് ചെയ്യണം. Every minute with the fever dreams, I push my mind to a limit where it needs to be. I work like I got vision I don't need to see. I'm picking mind over matter, I believe in me. I need to find more hours in the day to breathe. Need to find more power in the way I be. And when my mind turns sour with the painful scenes, I need to scream out loud, I can't stop me. I wanna be the greatest like Rocky. You know I leave them all hating like a hobby. I'm out here making moves like a lobby. And if you ain't with me, it's your loss. See, I got my mind on the facts, I'm a python, grab what I like real fast. Stroke until I have everything I attack, everything that I lack, everything that I want, and I see matter of fact. Cause I'm my own worst enemy. Only if I let it be. I can control anything if I can just think carefully. I control my destiny. Deep up in my mind I manifest it. Every morning I wake up obsessed, and everything I do the best. And deep within my mind you know I'll always manifest it. സോ വർക്കൗട്ട് കഴിഞ്ഞു, നേരെ വീട്ടിലോട്ടാണ്. ബൈ. നാളെ സമയം ഉണ്ടെങ്കിൽ വീഡിയോ ചെയ്യാം. ബൈ. സബ്സ്ക്രൈബ്, കമൻറ്റ്. ഓക്കെ, ബൈ.